ഹായ് ഓൾ, ദിസ് ഈസ് അമൽഡ. വെൽക്കം ടു സോഹോ ബുക്സ് മലയാളം ട്യൂട്ടോറിയൽ. ഈ സെഷനിൽ നമ്മൾ ബാലൻസ് ഷീറ്റാണ് നോക്കുന്നത്. നമുക്ക് സോഹോ ബുക്സിലെ വെർട്ടിക്കൽ ബാലൻസ് ഷീറ്റും ഹൊറിസോണ്ടൽ ബാലൻസ് ഷീറ്റും അതേപോലെ തന്നെ ഷെഡ്യൂൾ 3 ബാലൻസ് ഷീറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ നമ്മൾ വെർട്ടിക്കൽ ബാലൻസിലേക്ക് നോക്കുമ്പോൾ നമുക്ക് അസെറ്റ്സ് ആണ് ഫസ്റ്റ് ലിസ്റ്റ് ചെയ്യുന്നത്. അതിൽ തന്നെ നമുക്ക് കാറ്റഗറൈസേഷൻ ഉണ്ട്. കറണ്ട് അസെറ്റ്സ്, അതർ കറണ്ട് അസെറ്റ്, അതുപോലെ തന്നെ ഫിക്സഡ് അസെറ്റ്സ്, അങ്ങനെ കാറ്റഗറൈസേഷൻ വഴിയാണ് നമ്മളിത് പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് അതേപോലെ തന്നെ ക്യാഷ്, ബാങ്ക്, അക്കൗണ്ട് റിസീവബിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡെപ്റ്റേഴ്സ് ആണ്. ഇൻവെൻട്രി അസെറ്റ് നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക്. അതേപോലെ തന്നെ പ്രീപെയ്ഡ് എക്സ്പെൻസ് ഉണ്ടാവും. അത് മീൻ ചെയ്യുന്നത് നമ്മുടെ വെൻഡേഴ്സിന് കൊടുത്തിട്ടുള്ള അഡ്വാൻസസ് ആയിരിക്കാം. ദെൻ ലൈബിലിറ്റി സൈഡിലേക്ക് വരുമ്പോൾ നമ്മുടെ അക്കൗണ്ട്സ് പേയബിൾ, നമ്മൾ വെൻഡറിന് കൊടുക്കാനുള്ള പേയബിൾസ് സൺട്രി ക്രെഡിറ്റേഴ്സിന്. അതേപോലെ തന്നെ നമ്മുടെ അതർ പേയബിൾസ് ഉണ്ട്. ദെൻ അൺഏൺ റവന്യൂ ഉണ്ടാവും. അൺഏൺ റവന്യൂ എന്ന് പറയുന്നത് നമ്മുടെ കസ്റ്റമേഴ്സ് നമുക്ക് തന്നിട്ടുള്ള അഡ്വാൻസ് നമ്മൾ ലൈബിലിറ്റി സൈഡിൽ പ്രസൻറ്റ് ചെയ്യുന്നതാണ് സോഹോ ബുക്സ്. ദെൻ ഇക്വിറ്റീസിൽ നമുക്ക് നമ്മുടെ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ടും അതേപോലെ തന്നെ നമ്മുടെ കറണ്ട് ഇയറിലുള്ള നമ്മുടെ നെറ്റ് ലോസ് ഓർ പ്രോഫിറ്റ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ദെൻ നമ്മൾ ഹൊറിസോണ്ടൽ ബാലൻസ് ഷീറ്റിലേക്ക് നോക്കുമ്പോൾ ഒരു ഡബിൾ കോളം മെത്തേഡിലാണ് ഇത് പ്രസൻറ്റ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് നമ്മുടെ ലൈബിലിറ്റീസ്, ഇക്വിറ്റി ഒക്കെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ലൈബിലിറ്റി സൈഡിൽ അസെറ്റ്സിലേക്ക് വരുമ്പോൾ നമുക്ക് ക്യാഷ്, ബാങ്ക്, ദെൻ നമ്മുടെ ഡെപ്റ്റേഴ്സ് അസെറ്റ്സ്, ഇൻവെൻട്രി അസെറ്റ്സ്, ഇതെല്ലാം ഇവിടെ ഉണ്ടാവും. അതേപോലെ തന്നെ ഷെഡ്യൂൾ 3 ബാലൻസ് ഷീറ്റും ഉണ്ട്. കമ്പനീസൊക്കെ ഫോളോ ചെയ്യേണ്ട ഷെഡ്യൂൾ 3 ബാലൻസ് ഷീറ്റും നമുക്ക് കറക്റ്റ് ആ ഒരു ഫോർമാറ്റിൽ തന്നെ സോഹോ ബുക്സ് ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്.